ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. പുതിയ പാഠപുസ്തകമാണ്, പുതിയ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇത് മലയാളം മീഡിയംകാരുടെയാണ്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സസും നമ്മുടെ ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ്. നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് ലെസണാണ് വിളയിക്കാം നൂറുമേനി. വിളയിക്കാം നൂറുമേനി എന്ന പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിശദീകരണവും അതുപോലെ തന്നെ അതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വിളയിക്കാം നൂറുമേനി. നോക്കൂ, ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെടി നടുന്നു അല്ലേ? വിളയിക്കാം നൂറുമേനി, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് വലിയൊരു മാവാണ് അല്ലേ? മാമ്പഴം ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാവുന്ന ഒരു മരം. എന്നായിരിക്കും ഇതുപോലെ മാമ്പഴം ഞാൻ ഈ നടുന്ന ഈ കുഞ്ഞു മാവിൽ, ഈ കുഞ്ഞു തൈ എന്ന് വളർന്ന് വലുതായി ഇതുപോലെ മാമ്പഴം ഉണ്ടാവുമെന്നാണ് ഈ പെൺകുട്ടി വിചാരിക്കുന്നത്. കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും. അപ്പോൾ ഈ മാവ് എന്താ പറയുന്നത്? നീ കാത്തിരിക്കണം. ഒരു 8 അല്ലെങ്കിൽ 10 വർഷം. ചില മാവുകൾ 8 വർഷം ആകുമ്പോൾ കായ്ക്കും, ചിലത് 10 വർഷം അല്ലേ? 8 അല്ലെങ്കിൽ 10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ തന്നെ നിനക്ക് ധാരാളം മാങ്ങകൾ തരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ? ഉണ്ട്. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് എന്ത് കാണാൻ പറ്റും? മാങ്ങകൾ കാണാൻ പറ്റും അല്ലേ? വിത്ത് മുളച്ചും തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കൂ. തൈകൾ ഉണ്ടാവാൻ എത്ര ആവുമെന്ന് നിങ്ങൾ വീട്ടിൽ ചോദിക്കുക കേട്ടോ. ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഒരു മാവിൻ്റെ തൈ അല്ല, ഏതൊരു ചെടിയും വെക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പം ഇവിടെ മാങ്ങയുടെ തൈ ആണെങ്കിൽ എന്താ? ധാരാളം മാങ്ങയുണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയുണ്ടാവണം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇവ തന്നെയല്ലേ? അപ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്യുമ്പോൾ നമ്മളും ഇതെല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. വേഗം ഫലമുണ്ടാവണം, അതായത് പെട്ടെന്ന് കായ്ക്കണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് എല്ലാവരും വിചാരിക്കുക. ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നല്ല വിത്തുകൾ, നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം, സൂര്യപ്രകാശം ലഭ്യമാവണം, മണ്ണ് വളക്കൂറുള്ളതാവണം, അനുയോജ്യമായ കാലാവസ്ഥ, വളപ്രയോഗവും ജലസേചനവും നടത്തണം, കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം. വിത്തുകളും നടീൽ വസ്തുക്കളും. 10 ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ വിത്ത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും മുളച്ച് വരുന്ന ചെടികൾ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്നതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെടി, കൈപ്പക്കയുടെ വള്ളിയാണത്, കൈപ്പവള്ളി, അതിൽ നിന്നുണ്ടാവണ ഫലം കൈപ്പക്കയാണ്. അതിൻ്റെ വിത്ത് കണ്ടോ? കൈപ്പക്കയുടെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇപ്പോൾ കൈപ്പയ്ക്ക പച്ചയാവുമ്പോൾ ഇങ്ങനെയാണ്, അതൊന്ന് പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആകും. പിന്നെ അതിൽ നിന്ന് വിത്ത് ഇങ്ങനെ ആയിരിക്കും. വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? ഫലം ഉണ്ടാകുന്നതോ? മികച്ച വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം? അപ്പം നല്ല വിത്ത് എടുക്കണമെങ്കിൽ, നമ്മളൊരു വിത്ത് വിതയ്ക്കാൻ പോവുകയാണ്, അപ്പം നല്ല വിത്ത് നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക നോക്കാം. ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് മെത്തേഡുകൾ തന്നിട്ടുണ്ട്.
നമുക്ക് താഴെ 2 ചെടികൾ തന്നിട്ടുണ്ട്. ചെടി 1ഉം ചെടി 2ഉം നോക്കൂ. ചെടി 1 നിറയെ കായ്ഫലം ഉണ്ട് അല്ലേ, നിറയെ തക്കാളി ഉണ്ട്. ചെടി 2ൽ അത്രയ്ക്കില്ല. വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? തീർച്ചയായും ആദ്യത്തെ ചെടി ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? ഇത് അധികമല്ല, ഇതിൽ പെട്ടെന്ന് കായ്ഫലം നല്ല വിളവ് തരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് കാരണം. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്ത് എടുക്കേണ്ടത്. കണ്ടോ, ഇതാണ് ഇതിനുള്ള ഉത്തരം. ആദ്യം ഉണ്ടാകുന്ന ഫലവും അവസാനം ഉണ്ടാകുന്ന ഫലവും നമ്മൾ എടുക്കരുത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ആദ്യം ഉണ്ടാകുന്നതും അവസാനം ഉണ്ടാകുന്നതും ഉണ്ടാവും ഒരു ചെടിയിൽ. വിത്തിനായിട്ട് നമ്മൾ അത് എടുക്കരുത്. ഒരു ചെടിയുടെ ഇടയിൽ ഉണ്ടാവുന്ന മൂപ്പെത്തിയ ഒരു ഫലത്തിൽ നിന്നാണ് നമ്മൾ ആ വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവുമല്ലോ. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ? അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? അതൊരു ചോദ്യമാണ്. അപ്പൊ നമ്മളിവിടെ ഏതാനും പയർ വിത്ത് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അതിന്റെ ആകൃതി, ഭാരം, വലിപ്പം, പുറന്തോട് ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഒരു വിത്ത് തിരഞ്ഞെടുക്കാൻ. അപ്പൊ നമ്മളതിന് ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിതിൽ അനുയോജ്യമായ കോളങ്ങളിൽ ഒന്ന് ടിക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ വിത്ത് എടുക്കുന്ന ചെടി ഒരിക്കലും കായ്ഫലം കുറവുള്ളത് എടുക്കരുത്. അപ്പം അത് ശരിയല്ല. കായ്ഫലം കൂടുതലുള്ളത് എടുക്കണം. അപ്പം അത് ശരിയാണ്. ആരോഗ്യമുള്ള ചെടി എടുക്കണം. അത് തീർച്ചയായും ശരിയാണ്. രോഗബാധയുള്ളത് എടുക്കാൻ പാടുമോ? പാടില്ല. വരൾച്ച മുരടിച്ചത് എടുക്കാൻ പാടുമോ? പാടില്ല. അടുത്തത് നോക്കൂ. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം. നമ്മളൊരു ഫ്രൂട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചോളൂ. നമ്മൾ വിത്ത് കുഴിച്ചിട്ടിട്ടാണ് മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായ ഫലം നമ്മൾ എടുക്കുമോ? എടുക്കാൻ പാടില്ല. അവസാന കാലത്തുണ്ടായ ഫലം എടുക്കുമോ? പാടില്ല. മധ്യകാലത്തുണ്ടായ ഫലം വേണം സെലക്ട് ചെയ്യാൻ. ഇടയിൽ ഉണ്ടാവുന്ന വിത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്. മൂപ്പെത്തിയത് എടുക്കാൻ പാടുമോ? മൂപ്പെത്താത്തത് എടുക്കാൻ പാടുമോ? മൂപ്പെത്തിയത് വേണം എടുക്കാൻ. ഇത് പാടില്ല. ഇനി തിരഞ്ഞെടുക്കുന്ന വിത്ത് കറക്റ്റായിട്ട് സ്വാഭാവികമായ ആകൃതി ഉള്ളത് ആയിരിക്കണം. അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം. സ്വാഭാവികമായ ഭാരമുള്ളത്, അതിൻ്റെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് ഉള്ള ഒരു വിത്തായിരിക്കണം. പുറന്തോടിൽ കേടുള്ളത് എടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. ഭാരം കുറഞ്ഞത് എടുക്കാൻ പാടില്ല. സ്വാഭാവിക വലിപ്പമുള്ളത് എടുക്കാം. അപ്പം ഇത്രയും ശരി ഇട്ടതാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. അടുത്തത്, നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? അല്ല. അപ്പം നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. നോ ആണ് കേട്ടോ. അല്ല, വിത്തിൽ നിന്ന് മാത്രമല്ല. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക് ഇവയുടെ ഏത് ഭാഗത്തു നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. കറിവേപ്പാണെങ്കിൽ വേരിൽ നിന്നാണ്. ഇഞ്ചി ഭൂകാണ്ഡത്തിൽ നിന്നാണ്. ഇലമുളച്ചി ഇലയിൽ നിന്നാണ് മുളച്ചു വരുന്നത് പുതിയ ചെടി. കുരുമുളകാണെങ്കിൽ തണ്ടിൽ നിന്നാണ്. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിത്ത് മുളപ്പിച്ച് മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. ഇനി അടുത്തത് എന്താണ് കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം? ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കായിക പ്രജനനം നോക്കാം. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങൾ ഏതൊക്കെയാ? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഇതിൽ നിന്നാണ് പുതിയ തൈകൾ മുളയ്ക്കുന്നതെങ്കിൽ അതിന് കായിക പ്രജനനം എന്ന് പറയും. നോക്കൂ, കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. അലൈംഗിക പ്രത്യുൽപാദനം. ഇനി വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്തുകൾ ഉണ്ടാകുക, വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കായിക പ്രജനനം വഴിയും
ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ കായിക പ്രജനനം വഴിയാണെങ്കിൽ വേരിൽ നിന്ന് ശീമപ്ലാവ്, അതുപോലെ വേപ്പ്, കറിവേപ്പെല്ലാം വേരിൽ നിന്നാണ്. കാണ്ഡത്തിൽ നിന്ന്, തണ്ടാണ് കാണ്ഡം എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് വരുന്നത് ചെടികളാണ് മുരിങ്ങ, അതുപോലെ ചെമ്പരത്തി, മരച്ചീനിയൊക്കെ നമുക്ക് കമ്പ് നട്ടാലും വരും. അടുത്തത് ഇലയിൽ നിന്ന് മുളച്ച് വരുന്ന ഇലമുളച്ചി, ബിഗോണിയ, നിലപ്പനയൊക്കെ നമുക്ക് ഇലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഭൂകാണ്ഡമാണെങ്കിൽ കാച്ചില്, വാഴ, മഞ്ഞളൊക്കെ ഭൂകാണ്ഡത്തിൽ നിന്ന് മുളച്ച് വരുന്നതാണ്. ഇനി ലൈംഗിക പ്രത്യുൽപാദനമാണെങ്കിൽ വിത്തിൽ നിന്ന് മുളയ്ക്കുന്നത് മുരിങ്ങ വിത്തിൽ നിന്ന് മുളയ്ക്കും. അതേപോലെ പയറ്, നെല്ലെല്ലാം നമ്മൾ വിത്ത് വെച്ചിട്ടാണ് മുളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും 2 ചെടികളുടെ അല്ലെങ്കിൽ 2 പേരുകൾ പഠിച്ചു വെക്കുക. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? രണ്ടും പറ്റുന്നത് കേട്ടോ. അപ്പോൾ വിത്ത് വെച്ചിട്ടും പറ്റും, അതുപോലെ കായിക പ്രജനനം വഴിയും പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. ശീമക്കൊന്ന ഒരു എക്സാമ്പിളാണ്. കറിവേപ്പ്, മുരിങ്ങ, കനകാംബരം. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ നല്ല നടീൽ വസ്തുക്കൾ നമുക്ക് വേണം. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2 കുട്ടികളുടെ സംഭാഷണം നോക്കൂ. ഹായ്, നന്നായി പഴുത്ത വലിയ പേരയ്ക്ക. നടാനായി അതിൻ്റെ ഒരു കമ്പ് എനിക്ക് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പേരയ്ക്ക, ഈ കുട്ടി പറയുന്നു കമ്പും പേരയ്ക്കയും തരാം, പക്ഷെ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? അപ്പോൾ ഈ പറയുന്ന പേരയ്ക്ക മുളയ്ക്കുമോ എന്നാണ് ചോദ്യം. കമ്പ് വെച്ച മുളയ്ക്കൂ? വിത്ത് മുളച്ച് മരമായി കായുണ്ടാവാൻ കുറേ വർഷം എടുക്കില്ലേ എന്ന് ചോദിക്കുന്നു. നമുക്ക് നോക്കാം. ഈ പേരയുടെ എല്ലാ ഗുണങ്ങളുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായി തൈകൾ ഉണ്ടാക്കാൻ എന്തു ചെയ്യാമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിത് കുറേ കാലം കൊണ്ട് മുളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ വേണ്ടത് എന്താ? ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും വേണം, പെട്ടെന്ന് കായ്ക്കും വേണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതിനുള്ള വഴികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഈ ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിലോ അതിന് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാകുക? അപ്പം നമ്മൾ ഈ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് കമ്പ് മുളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് ഏത് മെത്തേഡാണെന്നാണ് ഇനി പറയാൻ പോണത്. ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം, അതായത് തണ്ട്, അത് എളുപ്പത്തിൽ മുളയ്ക്കുന്നതാണ്. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? പക്ഷേ ഇതിനൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ഈ കമ്പ്, അതായത് അതിൻ്റെ തണ്ടെടുത്ത് അതിൽ വേരുണ്ടാക്കി എടുക്കണ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം തന്നെ പേരയ്ക്ക, അതിൽ ചെറിയ തൈ ആണെങ്കിലും ചെറിയ ചെടിയിൽ നിന്ന് നമുക്ക് പേരയ്ക്ക കിട്ടും. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് പതിവയ്ക്കൽ, ലെയറിങ്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പേരയിൽ എങ്ങനെ പതിവയ്ക്കുന്നതെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒന്നിൻ്റെ. കണ്ടോ, മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. അപ്പം നമ്മളിപ്പോൾ പേരയ്ക്കയാണെങ്കിൽ ആ പേരയ്ക്കയുടെ ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക്, നോഡുകളാണ് കേട്ടോ, 2 നോഡുകൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത് മിശ്രിതം ചെറിയ നനവോടെ ഇതുപോലെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് അത് പൊതിഞ്ഞ് കെട്ടുക. 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേരുമുളച്ച കമ്പ് പതിവെച്ചതിനു താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണിത്, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ പതിവയ്ക്കൽ നമ്മൾ പറഞ്ഞു. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഇനി നമുക്ക്
നാഗപതിവയ്ക്കൽ എന്ന് പറഞ്ഞ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. ഇത് കുരുമുളക് പോലെയുള്ള വള്ളിച്ചെടികളിൽ ചെയ്യുന്നതാണ്. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ വായുവിൽ പതിവയ്ക്കൽ, അത് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാമിൽ ചെയ്യും. നാഗപതിവയ്ക്കൽ ചെയ്യുന്നത് ബൊഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില, ഇതിലെല്ലാം നാഗപതിവയ്ക്കൽ ചെയ്യും. പതിവച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതയാണ് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. പക്ഷെ അത് നമ്മൾ വേറെ മരങ്ങളോ വേറെ ചെടികളോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് പോലെ ആയിരിക്കില്ല. വളരെ കുറച്ച് കാലമായിരിക്കും അതിൻ്റെ ഒരു ആയുസ് ഉണ്ടാവുക കേട്ടോ. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. നമ്മൾ കറക്റ്റായിട്ട് അതിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം. അപ്പോൾ പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങളൊന്ന് എഴുതുക. ഇവിടെ നിങ്ങൾക്ക് അധിക വായനയ്ക്ക് കൊടുത്തിട്ടുള്ളത് വേരുമുളപ്പിക്കൽ ഇങ്ങനെയും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതിന് ശേഷം ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ്സിലായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.